ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റേതായ കുറുകൾ അതിലുണ്ടാവും. വാഴക്കുടപ്പൻ കൊണ്ടൊരു എലിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. വാഴക്കുടപ്പൻ എനിക്ക് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇതിന് വാഴക്കുടപ്പൻ, പിന്നെ വാഴക്കൂമ്പ് എന്നൊക്കെയാണ് പറയുക. ആദ്യം ഞാൻ പയറ് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരുന്നു. പിന്നെ വാഴക്കുടപ്പൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഗ്രീൻ ചില്ലിയും കോക്കനട്ടും ജീരകവും ഒക്കെ ചേർത്തിട്ട് അരച്ചു മാറ്റി വെച്ചു. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അരയ്ക്കുന്ന സമയത്ത്. പിന്നെ പാൻ ചൂടാക്കി 2 സ്പൂൺ ഗീ ഇട്ടു. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വാഴക്കുടപ്പൻ ഇട്ട് ഇളക്കി. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച പയറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഞാനതിൽ ആഡ് ചെയ്തത്, അല്ലാതെ ഉപ്പിടാൻ നോക്കിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ ഉപ്പിട്ട് മാറ്റി വെച്ചിരുന്നു പയറിൽ, അതുകൊണ്ട് രണ്ടാമതും ഞാൻ ഉപ്പിടാൻ നോക്കിയില്ല. അതിനുശേഷം അതിലേക്ക് അരച്ചു വെച്ച് നാളികേരം ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഈ നാളികേരത്തിൻ്റെയും അതുപോലെ ഉപ്പിൻ്റെയും ഒക്കെ അളവ് ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അതൊക്കെ ഏകദേശം നമ്മുടെ ആവശ്യാനുസരണത്തിന് ചേർക്കണം കേട്ടോ. പിന്നെ വേറൊരു പാന് ചൂടാക്കി അതിൽ 1 സ്പൂൺ ഗീ, അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ശരിക്കും പറയുകയാണെങ്കിൽ കട്ട പിടിച്ചു, അതുകൊണ്ട് തന്നെ ഞാനൊരു സ്പൂൺ കൊണ്ട് ഇടുന്നതായിട്ട് ഉണ്ട് അതിൽ. പിന്നെ അതിൽ കടുക് ഇട്ടിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വറ്റുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചു. നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ലാസ്റ്റ് അതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ സെർവിങ് ബൗളിൽ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിൽ ഞാനതിൻ്റെ അളവുകളൊന്നും കൊടുത്തിട്ടില്ല. ആവശ്യാനുസരണം എല്ലാവരും ആഡ് ചെയ്തിട്ട് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.